ഹരി ഓം. സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ സ്കോളർഷിപ്പ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ, അടുത്ത് വരുന്ന ക്വസ്റ്റ്യൻ ഏതാണ്? ആറാമത്തതാണ്. കിം ഗണേ ന അന്തർഭവതി. ഗണേ ന അന്തർഭവതി, ഗണത്തിൽ കൊടുത്തിരിക്കുന്ന ഗണത്തിൽ ന അന്തർഭവതി ഏതാണ്? കിം ഗണേ ന അന്തർഭവതി. ഇത് കൊടുത്തിരിക്കുന്നതിൽ ഒന്ന് ചേരാത്തതായിരിക്കും, അതായത് ചേരാത്തത് മാറ്റണം എന്നുള്ളതാണ്. ആ ഗണത്തിൽ പെടാത്തത് ഏതാണ്? അത് ഒന്നാമത്തെ നോക്കിക്കോളൂ. കോകിലഹ, വാനരഹ, ശാർദൂലഹ. ഇങ്ങനെ തന്നാൽ ഇതിൽ ഏതാണ് ചേരാത്തത് നമ്മൾ കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചിട്ട് ചിലപ്പോൾ അതിനകത്ത് എഴുതാൻ പറയും, അല്ലെങ്കിൽ ചിലപ്പോൾ ടിക്കിടാൻ പറയും. ഇങ്ങനെ ആയിരിക്കും തരുന്നത്. അപ്പോൾ ഇവിടെ കോകിലഹ എന്ന് പറഞ്ഞാൽ എന്താ? കുയിൽ. വാനരഹ എന്ന കുരങ്ങൻ. ശാർദൂലഹ പുലി. അപ്പോൾ ഇതിൽ മൂന്നിലും ചേരാത്തത് ഏതാണ്? വാനരഹയും ശാർദൂലയും മൃഗങ്ങളല്ലേ. എന്നാൽ കോകിലഹ അതെന്താണ്? കുയിലെന്താണ്? ഒരു ബേർഡ്, പക്ഷിയാണ്. അപ്പോൾ ഇതാണ് ചേരാത്തത്. ഒന്നുകിൽ അത് എഴുതാൻ പറയും, അല്ലെങ്കിൽ അവിടെ ടിക്കിടാൻ പറയും. അടുത്തത് നവം, നൂതനം, സനാതനം. നവം, നവം പുതിയത്, നൂതനവും പുതിയത് തന്നെയാണ്. സനാതനം അതല്ല അല്ലേ, ഇത് രണ്ടിനും വ്യത്യാസമല്ലേ സനാതനം. അപ്പോൾ സനാതനമാണ് ചേരാത്തത്. അടുത്തത് ഗന്തും, വക്തും, ഗുരും. ഗന്തും വക്തും രണ്ടിലും തുമിൻ പ്രത്യയല്ലേ. ഗന്തും തുമിൻ പ്രത്യയം വന്നിരിക്കുകയല്ലേ. എന്നാൽ ഗുരുമാണെങ്കിലാണെങ്കിലോ ഗുരുവിനെ എന്നുള്ള അർത്ഥം ഗുരു, അത് വേറെയാണ്. അത് തുമിൻ പ്രത്യയം ചേരാത്തതാണ് ഗുരും. അപ്പോൾ ഗുരുമാണ് അത് ചേരാത്തത്. അതിനകത്ത് അണ്ടർലൈൻ ചെയ്യുകയോ അല്ലെങ്കിൽ ടിക്കിടുകയോ ചെയ്യുക. ഇനി നിയമ, ആസനം, ധ്യാനം. നിയമ, നിയമം. ആസനം, ഇരിപ്പിടം. ധ്യാനം, ഇതിന് എന്താ വ്യത്യാസം കാണുന്നത്? നിയമ ഇതൊരു പുല്ലിംഗ ശബ്ദമായിട്ട് നമുക്ക് അറിയാൻ പറ്റും അല്ലേ. ആസനം, ഇരിപ്പിടം, ഇത് ഒരു നപുംസകലിംഗമല്ലേ. ധ്യാനവും നപുംസകലിംഗം. അപ്പോൾ ഇത് രണ്ടും നപുംസകലിംഗമായിട്ട് വരുന്നു, ഇത് പുല്ലിംഗം. അപ്പോൾ ഈ പുല്ലിംഗമാണ് ഇതിൽ ചേരാത്തത്. അടുത്ത വനം, ഭവനം, ബാലം. വനം, ഭവനം, ബാലം. വനം, ഭവനം, ബാലം. ഈ വനവും ഭവനവും എന്താണ്? നപുംസകലിംഗമാണ്. എന്നാൽ ബാലം എന്നുള്ളത് ബാലശബ്ദത്തിൻ്റെ ദ്വിതീയ ഏകവചനം. ബാലം, ബാലനെ. അപ്പോൾ ഇതാണ് അതിൽ ചേരാത്തത്. ഇനി പഞ്ചരഹ, മകരഹ, മത്സ്യഹ. പഞ്ചരഹ എന്ന് പറഞ്ഞാൽ കൂട്, പക്ഷിക്കൂട്. മകരഹ എന്ന് പറഞ്ഞാൽ എന്താ? ക്രോക്കഡൈൽ. മത്സ്യഹ, മീൻ. അപ്പോൾ ഇതിൽ ഏതാണ്? മകരഹയും മത്സ്യഹ എന്താണ്? ജീവനുള്ള സാധനങ്ങളാണ്. പഞ്ചരഹ എന്താ? കൂട്, ജീവനില്ലാത്ത. അപ്പോൾ ഈ പഞ്ചരഹയാണ് ചേരാത്ത. അപ്പോൾ ഇതിങ്ങനെ വരുമ്പോൾ അത് ഒന്നുകിൽ ആൻസർ എഴുതാൻ പറയും, അല്ലെങ്കിൽ ടിക്കിടാൻ പറയും. ഏതാണ് ചേരാത്തത് അത്. അടുത്ത ക്വസ്റ്റ്യൻ. കാക്കഹ, ഗരുഡഹ, വാനരഹ. കാക്കഹ കാക്കാന്, ഗരുഡഹ അതും ഗരുഡൻ ഒരു പക്ഷിയല്ലേ. അപ്പോൾ കാക്കയും ഗരുഡനും രണ്ടും പക്ഷികൾ. വാനരഹ കുരങ്ങൻ, അതൊരു മൃഗം. അപ്പോൾ ഇതാണ് അതിൽ ചേരാത്തത്. അപ്പോൾ ഇത് വേണം അണ്ടർലൈൻ ചെയ്യുകയോ ടിക്കിടുകയോ എഴുതുകയോ ചെയ്യേണ്ടത്. അടുത്തത് വേണുഹു, മൃദംഗഹ, ഗജഹ. വേണു എന്ന് പറഞ്ഞാൽ ഓടക്കുഴൽ. മൃദംഗഹ അറിയാം, മൃദംഗം തന്നെയാണ്. ഗജഹ ആന. അപ്പോൾ ഇതിൽ ചേരാത്തത് ഗജഹയാണ് അല്ലേ. അത് കാണുമ്പോൾ തന്നെ പെട്ടെന്ന് മനസ്സിലാവും. മഹിഷി, തപസ്വി, ജ്യോതിഹി. മഹിഷി, തപസ്വി, ഇത് കാണുമ്പോൾ തന്നെ എന്തറിയാം? ഈകാരാന്തമാണ്. രണ്ടും ഈകാരാന്തമാണ്, ഈയിൽ അവസാനിക്കുന്നത്. എന്നാൽ ജ്യോതിഹി എന്താണ്? ഇക്കാരാന്തമാണ് അല്ലേ. അപ്പം ജ്യോതിഹി അതാണ് ഇതിൽ ചേരാത്തത്. മഹിഷി, മഹിഷി എന്ന് പറഞ്ഞാൽ എന്താണ്? ബഫല്ലോ. തപസ്വി, തപസ്വി. ജ്യോതിഹി, ജ്യോതി പ്രകാശം. രഘുവംശം, മഹാഭാരതം, മേഘസന്ദേശം. രഘുവംശം, മഹാഭാരതം, മേഘസന്ദേശം. രഘുവംശം എഴുതിയത് ആരാണ്? കാളിദാസനാണ് അല്ലേ. മഹാഭാരതമാണ് വ്യാസനാണ്. മേഘസന്ദേശവും കാളിദാസൻ. അപ്പം രണ്ട് കാളിദാസനാണ്. മഹാഭാരതമാണ് അതിനകത്ത് ചേരാത്തത്. അപ്പം മഹാഭാരതമാണ് അതിന് പറയേണ്ടത്. അടുത്ത സുധ, സുധ, സുതഹ. സുധ എന്ന് പറഞ്ഞാൽ സുധാ ദീർഘമാണ് അല്ലേ, ആകാരാന്തം. അത് സ്ത്രീലിംഗ ശബ്ദമാണ്. സുധ, അമൃതം. ഇനി സുതായാണെങ്കിലോ അതും സ്ത്രീലിംഗമാണ്. സുത, മകൾ. സുതഹയാണെങ്കിലോ പുത്രൻ. ഇത് പുത്രി, ഇത് പുത്രൻ. എന്നാൽ രണ്ട് മൂന്ന് കാര്യത്തിൽ ഇത് വ്യത്യാസമുണ്ട്. ഒന്ന് ആകാരാന്തമാണ്, ഇത് അകാരാന്തമാണ്.
ഇത് രണ്ടും സ്ത്രീലിംഗ ശബ്ദമാണ്, ഇത് പുല്ലിംഗ ശബ്ദമാണ്. അപ്പോൾ ഇതിൽ ചേരാത്തത് ഏതാണ്? സുതഹ, പുത്രഹ എന്ന് പറയുന്നതാണ് ചേരാത്തത്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നല്ലോണം ഒന്ന് നോക്കുക. അപ്പം അത് മനസ്സിലാക്കി ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുകയാണ്. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.